നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാധാരണ മക്കൾ വളർന്ന് പ്രാപ്തിയായാൽ അച്ഛനമ്മമാർക്ക് ആശ്രയമാവും. ഇവിടെ മക്കൾ വളർന്ന് പ്രാപ്തിയായാലും അച്ഛനമ്മമാർക്ക് ബാധ്യത തീരുന്നില്ല. പഠിപ്പും പരീക്ഷയെന്നൊക്കെ പറഞ്ഞ വർഷയ്ക്കൊരു വ്രതം പോലെയാ. അവൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞങ്ങളൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. തക്ക സമയത്ത് ചന്ദ്രികയും വന്ദനയും കൂടെ ആശുപത്രി പോയത് നന്നായി. താൻ ആശുപത്രിയിലായിട്ട് സംബന്ധ വീട്ടിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു പരിഭവം വിക്രമനുണ്ടാവില്ലല്ലോ. അതെ, അത് മതി. ഏതായാലും അതൊക്കെ മാറിപ്പോയി. വർഷമൊക്കെ പരീക്ഷ എഴുതാനും പറ്റി. എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാ മതിയല്ലോ. മക്കളെന്താ ആലോചിക്കുന്നേ? കോടീശ്വരന്റെ ഭാര്യയായ സ്ഥിതിക്ക് വർഷയ്ക്കിനി പരീക്ഷയും ഡിഗ്രി ഒന്നും വേണ്ടെന്നാ കമ്പനിയിലെ ഭൂരിപക്ഷം പേരും പറയുന്നത്. പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി ഡിഗ്രി എടുക്കണമെന്ന് കുറച്ചു പേരെ പറയുന്നുള്ളൂ. എന്താ അച്ഛന്റെ അഭിപ്രായം? എന്റെ മോൾക്ക് സ്വന്തമായ ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. അച്ഛനെന്തോ വിശേഷം പറയാനുണ്ടെന്നും അമ്മ വന്നിട്ട് പറയാന്നും പറഞ്ഞു. ഞാനതങ്ങ് വിട്ടുപോയി. സന്തോഷമുള്ളൊരു വിശേഷമാണ് പറയാനുള്ളത്. ഞാൻ അടുത്ത ആഴ്ച ജോലിയിൽ നിന്ന് റിട്ടയർ ആവാൻ പോവാ. ഇതാണോ അച്ഛന് പറയാനുള്ള വിശേഷം? അതെ. PF-ഉം മറ്റ് ആനുകൂല്യങ്ങളുമായി നല്ലൊരു തുക കിട്ടും. ആ തുക കൊണ്ട് ഞാൻ സ്വന്തമായി വാങ്ങിയ ഭൂമിയിൽ എന്റെ മനസ്സിലുള്ളൊരു സ്വപ്ന ഭവനത്തിന്റെ പണി തുടങ്ങണം. അതൊരു സന്തോഷ വാർത്തയല്ലേ മോളെ? അതൊരു സന്തോഷ വാർത്തയല്ലേ മോനെ? ഇനിയെങ്കിലും ഈ വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു വീട്ടിൽ പോയി താമസിക്കാമല്ലോ. ഇനി ആരും വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നൊന്നും പേടിക്കണ്ടല്ലോ. അച്ഛന് ഇതുവരെ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ കഴിയുമല്ലോ. മാത്രമല്ല അച്ഛനെ അടുത്ത് കിട്ടുന്നില്ല എന്നാണല്ലോ അമ്മയുടെ പരാതി. അതങ്ങ് മാറുകയും ചെയ്യും. റിട്ടയർമെന്റ് കഴിഞ്ഞ എന്റെ ജീവിത രീതികളൊക്കെ മാറുകയാണ്. വീട് വിട്ട സർവീസ് സ്റ്റേഷൻ, സർവീസ് സ്റ്റേഷൻ വിട്ട വീട്. ദിനചര്യയൊക്കെ മാറണം. ഇത്രയും കാലം മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി ജീവിച്ചു. ഇനിയുള്ള കാലം എനിക്കും ചന്ദ്രുവിനും വേണ്ടി ജീവിക്കണം. പേരുകേട്ട വർമ്മമാരുടെ കോലോകത്ത് നിന്നും എന്നോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടവളാ ചന്ദ്രു. സുഖവും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു മെക്കാനിക്കിന്റെ കരിയും ഓയിലും പുരണ്ട ജീവിതത്തിലേക്ക് വലതുകാല് വെച്ച് വന്നവളാ. അവൾക്ക് ഇനിയെങ്കിലും ഒന്ന് നേരെ ശ്വാസം വിടണം, വിശ്രമിക്കണം. ഒപ്പം എന്റെ പാവ അമ്മയും വേണം. എന്താ മനോജെ? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയും കാണാത്ത അവസ്ഥയിലാണ് ഞാൻ. എന്റെ ചുമതലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാ എന്റെ ചുമതല കുറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്രമ ജീവിതം നയിക്കാനാണ് കമ്പനി എന്നെ പെൻഷനാക്കാൻ പോകുന്നത്.
എന്താ മകന്റെ ചുമതലകളിൽ പലതും അച്ഛന്റെ തോളിൽ കെട്ടിവെക്കാന്നാണോ? പിന്നെ ഞാൻ ആരെ അച്ഛൻ ആശ്രയിക്കണ്ടേ? ഗർഭിണിയായ എന്റെ ഭാര്യ ജോലി ഉപേക്ഷിക്കാൻ പോവാ. വരുമാനമൊന്നുമില്ലാതെ എങ്ങനെ അവളുടെ പ്രസവചിലം കാര്യങ്ങളൊക്കെ നോക്കുന്നേ? അതിനെക്കുറിച്ചൊക്കെ നേരത്തെ ചിന്തിച്ച് പ്രവർത്തിക്കാമായിരുന്നില്ലേ? അതിനുവേണ്ട പ്രായമൊക്കെ ആയല്ലോ നിനക്ക്. വിദ്യാഭ്യാസമുണ്ട്. ശ്രമിച്ചാൽ സ്വന്തമായിട്ടൊരു ജോലി ഇതിനു മുമ്പ് നേടിയെടുക്കാമായിരുന്നല്ലോ. അങ്ങനെ ശമ്പളം പറ്റുന്ന ജോലിയൊന്നും എനിക്ക് ശരിയാവില്ല അച്ഛാ. എനിക്ക് ചില ബിസിനസ് ഐഡിയകളൊക്കെ ഉണ്ട്. ഈ നക്കാപ്പിച്ച ശമ്പളമൊന്നുമല്ല, ആ സ്ഥാനത്ത് കോടികളുടെ വരുമാനം എന്റെ ലക്ഷ്യം. അമ്മായി അച്ഛനോട് സ്ത്രീധനം ചോദിക്കാൻ എന്റെ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല. അതൊക്കെ മോശമാണെന്നുള്ള അഭിപ്രായമാണല്ലോ അച്ഛനും ഉള്ളത്. ഈ സമയത്ത് അച്ഛൻ എന്നെ സാമ്പത്തികമായി സഹായിച്ച അതുകൊണ്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അച്ഛാ, കണ്ണടച്ചു തുറക്കുന്ന സമയം മതി കോടികളുടെ വരുമാനം ഉണ്ടാക്കാൻ. അച്ഛൻ തരുന്ന പണത്തിന്റെ എത്ര ഇരട്ടി വേണമെങ്കിലും ഞാൻ തിരിച്ചു തരാം. അച്ഛൻ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല. അച്ഛാ, മനോജേ, എടാ മോനെ, എഴുന്നേക്ക്. അച്ഛന്റെ പെൻഷൻ പണം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. ഈശ്വര, എന്താ മാധവേട്ട വിഷമിച്ചിരിക്കുന്നേ? അല്ലപ്പോ നമ്മുടെ വീടിന്റെ പണി തുടങ്ങണ്ടേ? എന്തു പറ്റി മാധവേട്ട? മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് മനോജാണ്. എനിക്ക് കമ്പനിയിൽ നിന്ന് നല്ലൊരു തുക കിട്ടാൻ പോവുകയാണല്ലോ. അപ്പൊ പിന്നെ എന്താ പറ്റിയെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. സാധാരണ മക്കൾ വളർന്ന് പ്രാപ്തിയായാൽ അച്ഛനമ്മമാർക്ക് ആശ്രയമാവും. ഇവിടെ മക്കൾ വളർന്ന് പ്രാപ്തിയായാലും അച്ഛനമ്മമാർക്ക് ബാധ്യത തീരുന്നില്ല. മനസ്സിലായി. ചന്ദ്രു, വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ പ്രണയിച്ചതും എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടു പോകുന്നതും തെറ്റാണെന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അന്ന് കോവിലത്തേക്കാൾ വലിയൊരു മാളിക സ്വന്തമായി ഉണ്ടാക്കുമെന്ന് നീ നിന്റെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു. ആ മാളികയുടെ പാലുകാച്ചിന് ക്ഷണിക്കാൻ മാത്രമേ ആ വീട്ടിൽ കാലുകുത്തുമെന്ന് ഉഗ്ര ശപഥം നീ നടത്തി. അതും തെറ്റായി പോയിന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഉഗ്ര ശപഥം കൂടി നമ്മൾ ചെയ്യണമായിരുന്നു. നമുക്ക് ഈ ജന്മം കുട്ടികളെ വേണ്ടാന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.